ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. ഈ പെരുന്നാളിന് ഉണ്ടാക്കാൻ പറ്റുന്നൊക്കെ നല്ലൊരു പായസമാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. നമ്മൾ സെമിയ പായസം ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ്. അതിലൊരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം ചേർത്തിട്ടാണ് നമ്മൾ വ്യത്യസ്തമാക്കുന്നത്. ടേസ്റ്റിലും അതുപോലെ തന്നെ കാണാനും ഒക്കെ നല്ല സൂപ്പർബായിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ സിമ്പിൾ റെസിപ്പിയാണ്. റെസിപ്പി കണ്ടു നോക്കുക. ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ള 150 ഗ്രാം സേമിയാണ് ഇട്ട് കൊടുക്കുന്നത്. വളരെ കുറഞ്ഞ സേമിയ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഇതൊന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തിന്നായിട്ടുള്ള സേമിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് സേമിയാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ സേമിയ പായസം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നല്ല നെയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറുന്ന വരെ ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. സേമിയ നെയ്യിൽ വറുത്തിട്ട് ചെയ്യണമെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കേട്ടോ. ഈ സമയത്ത് നമ്മൾ പാൽ ഒഴിച്ചിട്ടുണ്ട്. ഞാനിതിലേക്കൊരു 1 ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് പാൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഒഴിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കുക. മധുരത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഓരോരുത്തർ മധുരത്തിനനുസരിച്ച് വേണം നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് ചേർക്കാനാൽ ഒരു ടേസ്റ്റ് ഇല്ലാത്ത മധുരവും പായസത്തിന് കേട്ടോ. ഉപ്പ് ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റുള്ള ഒരു മധുരം കിട്ടുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സേമിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ സേമിയ വേവ് കേട്ടോ. സേമിയ പായസം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസമാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും കാണിക്കണില്ല. അതിന് മുമ്പ് ഞാൻ പല ഫ്ലേവറിലുള്ള സേമിയ പായസം കാണിച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് ഫ്ലേവറിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട് നോക്കുക. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം സാധാരണ നമ്മൾ പായസം മൂപ്പിച്ച് വയ്ക്കുന്ന പോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ നെയ്യിൽ മൂപ്പിച്ച് വച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് പായസം എടുത്തിട്ട് ഞാൻ പിസ്തയുടെ ഐസ്ക്രീമാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ ചൂട് തന്നെയാണ് ഞാൻ ഈ പിസ്തയുടെ ഐസ്ക്രീം ചേർക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഫ്ലേവറിലുള്ള ഐസ്ക്രീം വേണമെങ്കിലും ചേർക്കാം. നല്ല ടേസ്റ്റാണ്. ഐസ്ക്രീം ഞാനൊരു 2 സ്കൂപ്പ് ഐസ്ക്രീം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി പായസം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വേറെ ഫ്ലേവർ ചേർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഞാനിപ്പോൾ പിസ്തയുടെ ഫ്ലേവർ ചേർത്തിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ചോക്ലേറ്റ് ഫ്ലേവറിലും വാനില ഫ്ലേവറിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല ക്രീമി ആയിട്ടുള്ള പിസ്തയുടെ ആ ഒരു നല്ല ടേസ്റ്റുള്ളൊരു പായസമാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പായസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പെരുന്നാളിന് ഉണ്ടാക്കി നോക്കുക. നല്ല ക്രീമി പായസമാണ്. കാണാനും തന്നെ നല്ല ഭംഗിയാണ്. നല്ല ഒരു പിസ്ത കളറിലാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഏത് സേമിയ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ അറിയിക്കുക. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.